മുണ്ടക്കൈ എന്ന് പറഞ്ഞ പ്രദേശം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഞാൻ ഈ യെല്ലോ പിൻ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുള്ള പ്രദേശമാണ്. അതേപോലെ തന്നെ ഇനി ചൂരൽമലയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ മുണ്ടക്കൈയിൽ നിന്നും ഏറെക്കുറെ 4 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ് ചൂരൽമല എന്നൊക്കെ പറയുന്നത്. ഇവിടെ സത്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ ഒരു ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത്, പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏറെക്കുറെ 3-4 കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രദേശമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ആയിട്ടാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതും ഇന്ന് ജൂലൈ 30-ാം തീയതി പുലർച്ചെ 1 മണിയോട് കൂടിയിട്ടാണ് വലിയ ശബ്ദത്തോടു കൂടി തന്നെ ഈ ഒരു പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. അവിടെ നിന്നും നേരെ മണ്ണും വെള്ളവും കല്ലും ഒക്കെ അടങ്ങിയിട്ടുള്ള ഉരുൾപൊട്ടിയിട്ടുള്ള ആ ഒരു ഭാഗം മുഴുവനായിട്ട് മുണ്ടക്കൈയുടെ പ്രദേശത്തേക്ക് നേരെ ഒഴുകി എത്തുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് വീടുകളും മറ്റുമൊക്കെ ഈ ഒരു പ്രദേശത്തുണ്ട്. ഒരുപാട് ആളുകൾ